ഫിഫ വേൾഡ് കപ്പിന് പോയി ഖത്തറിൽ പോയി മഹീന്ദ്ര താറുണ്ട് അത് ഓടിച്ചു പോയതാണ്. ഈ കാർ ഓടിച്ചാണോ ലോകം മൊത്തം പോകുന്നത്? എല്ലായിടത്തും അങ്ങനെ. ഇപ്പൊ 1 ലക്ഷം എത്ര കിലോമീറ്റർ? 1,00,000 കിലോമീറ്ററും 23 രാജ്യം. അതായത് ഫിഫക്ക് പോയ വണ്ടി ഞാൻ UAE-ന്ന് ചൈന അടക്കം റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് അങ്ങനത്തെ കുറെ രാജ്യം കറങ്ങിട്ട് 18 മാസം കൊണ്ട് ട്രിപ്പ്. വീട്ടിൽ നിന്ന് പോകുമ്പോ ഇറങ്ങി പോവാണോ? ആരോട് ചോദിക്കും. 5 കുട്ടികളൊന്നും ഇല്ലേ? ഉണ്ട്. എന്റെ അമ്മ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ കുട്ടികളെ പിറകെ വണ്ടി ഇടുവോ അതോ? അല്ലല്ല, അവര് വീട്ടിലൊക്കെ ആയിരിക്കും. അത് എന്റെ ഉമ്മ ഹസ്ബൻഡ് അവര് നോക്കിക്കോളും. അല്ല, അവർക്ക് എതിർപ്പൊന്നും ഇല്ലേ ഇങ്ങനെ കാര്യം വണ്ടി ഓടിക്കാൻ പോയിരിക്കുക? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓരോരാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാൾ ചെയ്യണല്ലോ. അത് ഒരാളെ ഡിപ്പെൻഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നല്ലോ. ഇത് കുട്ടികളാണെങ്കിൽ അവരൊരു വയസ്സ് കഴിഞ്ഞാൽ അവരവരെ വൈക്ക് പോകും. അപ്പോ ഇങ്ങനെ ഒരു യാത്ര കൗതുകം തോന്നാൻ കാര്യം എന്താ? ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല. അപ്പൊ അത് ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോകാൻ പറ്റാത്ത ഒരാൾക്കൊരു 10 വയസ്സിലുള്ള സമയത്ത് കുറെ സ്ഥലത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ക്യൂരിയോസിറ്റി തുടങ്ങി. ഇല്ല. അപ്പൊ അന്നേരം പിന്നെ എന്താണ് അത് ഒരു 90 കിഡ്സിൽ ആർക്കും അങ്ങനെ അന്നേരം എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ 500 കൊടുത്ത് അയക്കാന്ന് പറഞ്ഞാല്. അപ്പോൾ അത് എന്താണ് ഈ ലോകത്ത് നടക്കുന്ന ഒരു ക്യൂരിയോസിറ്റി, ഒരു അത്ഭുതം എന്താണ് ദുനിയാവിലുള്ള നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എത്തിനോട്ടം, അതിന് വേണ്ടിയിട്ട് പോയൊരു യാത്രയാണ്. പക്ഷെ അത് പോയി ഇങ്ങനെ എത്തി. അഫ്ഗാനിസ്ഥാനിൽ പോയില്ലേ? അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കൂടെ 2 ദിവസം ക്യാമ്പ്. 2 ദിവസം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ലോകം ഭയങ്കര ചെറുതാണ്, ആൾക്കാർ വളരെ നല്ലതാണ്. നമ്മൾ അതിനെ ഫ്ലാഗ് ആക്കിയിട്ട് രാജ്യമാക്കി തിരിച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. താലിബാൻകാരെങ്ങനെയാ പൊതുവെ നമ്മള് അടുത്തുനിന്ന് കാണുമ്പോൾ? ഞാൻ അവിടെ വണ്ടി ഓടിച്ചു പോയത് അവർക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. കാരണം സ്ത്രീകൾക്ക് അത്ര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടാണ്. പക്ഷെ അങ്ങനെയാണ്. അപ്പൊ ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ അവരെ കണ്ടിട്ടുള്ളത്. അവരെ കയ്യിൽ ഓൾറെഡി തോക്ക് ഉണ്ടാവും. പക്ഷെ അവർ ഒരു ഗസ്റ്റ് ആയതുകൊണ്ട് എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. പക്ഷെ അവിടുത്തെ ആളുകൾക്ക് അത്, അടുത്ത സ്ത്രീകൾക്ക് അത് അങ്ങനെ സ്വാതന്ത്ര്യമില്ല. ഇല്ല, പക്ഷെ ഞാൻ ടൂറിസ്റ്റ് ആണല്ലോ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടും. എങ്ങനെ അപകടമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ വണ്ടിക്ക് ടെക്നിക്കൽ ഇഷ്യൂ വരുമ്പോൾ അതിനെ കയറ്റി വിഞ്ചിൽ വെക്കുക. തുർക്കി നല്ല വണ്ടി 2 സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി സ്റ്റോപ്പായാലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് ആ സമയത്ത് ഓക്കെ എന്നിട്ട് ഞാൻ അവിടുന്ന് എന്റെ രീതിയിൽ ഞാനത് എന്താ പറയാ ചലഞ്ച് ഏറ്റെടുക്കുക. യാത്ര നിർത്തിയോ? ഇനിയുണ്ടോ? ഇല്ല, ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ട്. ഓരോ സമയം വരുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എല്ലാ ഭൂഖണ്ഡങ്ങളും കടക്കണമെന്നാണോ? എല്ലാം ചെയ്യണമെന്നില്ല, പക്ഷെ ആളുകൾ പോവാത്ത രാജ്യങ്ങളിൽ പോകണമെന്നാണ്. അപ്പൊ ഈ കുട്ടികൾ എങ്ങനെ, എത്ര വയസ്സൊക്കെ ആയി കുട്ടികൾക്ക്? മൂത്താള് +2 കഴിഞ്ഞിപ്പോ. ഞാൻ വേഗം കല്യാണം കഴിച്ചതാണ്. അപ്പൊ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കുമോ കാരണം സോഷ്യൽ മീഡിയയിൽ ടീച്ചേഴ്സ് തന്നെ കാണുന്നുണ്ട്. സപ്പോർട്ടുള്ളത് അവരെ കാര്യം വെളിങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരെ കൂട്ടി വേറെ പോകുന്നുണ്ട്. അവരെ കൂട്ടി ഞാൻ വേറെ പോകുന്നുണ്ട്.